പ്രിയരെ, ദൈവവചനം പറയുന്ന സൃഷ്ടി വിവരണം എന്താണ് എന്ന് നമുക്കറിയാം. അതേപോലെ ശാസ്ത്രലോകം പറയുന്ന ബിഗ് ബാങ്, എവല്യൂഷൻ, ആസ്ട്രോണമി തുടങ്ങിയ സിദ്ധാന്തങ്ങളും നാം കേട്ടിട്ടുണ്ട്. ഇന്നു നാം ഈ രണ്ട് വിവരണങ്ങളെയും കൂട്ടിച്ചേർത്ത് ഇവ തമ്മിലുള്ള ബന്ധം, വ്യത്യാസങ്ങൾ, ദൈവം പറഞ്ഞതും ശാസ്ത്രം പറയുന്നതുമായ വിഷയങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ബൈബിൾ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടി 6 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ഒന്നാം ദിവസം ദൈവം പ്രകാശം സൃഷ്ടിച്ചു. രണ്ടാം ദിവസം ദൈവം ആകാശം സൃഷ്ടിച്ചു. മൂന്നാം ദിവസം ദൈവം കരയും സസ്യങ്ങളെയും സൃഷ്ടിച്ചു. നാലാം ദിവസം ദൈവം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്ര ഗോളങ്ങളെയും സൃഷ്ടിച്ചു. അഞ്ചാം ദിവസം ദൈവം പക്ഷികൾ, ജലജീവികൾ എന്നിവയെ സൃഷ്ടിച്ചു. ആറാം ദിവസം ദൈവം മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്നാൽ ശാസ്ത്രത്തിന്റെ പ്രസ്താവന ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു അനന്ത സൂക്ഷ്മ ബിന്ദുവിൽ നിന്നും ഒരു മഹാസ്ഫോടനം, ബിഗ് ബാങ് ഉണ്ടായി. അത് വികസിച്ച് ആകാശഗംഗകളും നക്ഷത്ര കൂട്ടങ്ങളും ഗ്രഹങ്ങളും രൂപപ്പെട്ടു. ബൈബിളിന്റെ പ്രസ്താവനയിലും ശാസ്ത്രത്തിന്റെ പ്രസ്താവനകളിലും എന്താണ് സാമ്യതകൾ ഉള്ളത്? ഇവ രണ്ടിലും ഒരാരംഭം ഉണ്ട് എന്ന് പറയുന്നു. ബൈബിൾ പറയുന്നു, ആദിയിൽ സൃഷ്ടിപ്പ് നടന്നു. ശാസ്ത്രം പറയുന്നു, കോസ്മോസ്, സകല സൃഷ്ടിയുടെയും ആരംഭം, ബ്രഹ്മാണ്ടമെന്നും ബ്രഹ്മമെന്നും നാം വിളിക്കുന്ന സൃഷ്ടിയുടെ ആരംഭവും സൃഷ്ടികളെ ഉൾക്കൊള്ളുന്നതുമായ വലിയ ഒരു സ്പേസ് രൂപപ്പെട്ടു. ഈ കോസ്മോസിനുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ നക്ഷത്ര സമൂഹങ്ങളായിരിക്കുന്ന ഗാലക്സികൾ, നക്ഷത്ര വ്യൂഹങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ നക്ഷത്ര വ്യൂഹങ്ങളിൽ കാണപ്പെടുന്ന വലിയ തീഗോളമായിരിക്കുന്ന ഓരോരോ വലിപ്പത്തിലും വ്യാസത്തിലും വ്യത്യാസമുള്ള നക്ഷത്രങ്ങൾ, ഈ നക്ഷത്രങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ. അതിൽ ഭൂമിയിൽ മാത്രമായി ജീവന്റെ കണികകളും കാണപ്പെടുന്നു. ബൈബിളിലും ശാസ്ത്രത്തിലും പറയുന്ന പ്രസ്താവനകളിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ബൈബിൾ സൃഷ്ടിയെ ഉദ്ദേശപൂർവവും ബുദ്ധിപരമായി ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ബിഗ് ബാങ്, മഹാവിസ്ഫോടനം യാദൃശ്ചികമായി അല്ലെങ്കിൽ ആക്സിഡന്റലി സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നു. ഇവിടെ ദൈവിക ഇടപെടലിനെ പരിഗണിക്കുന്നില്ല.
എന്നാൽ ചില ശാസ്ത്രജ്ഞർ പറയുന്നത് സൃഷ്ടിക്ക് അല്ലെങ്കിൽ ഈ രൂപപ്പെടലിന് ഒരു തുടക്കം ഉണ്ടെങ്കിൽ അതിന് ഒരു കാരണവും ഉണ്ടാകുമല്ലോ. പക്ഷേ ആ കാരണം കണ്ടുപിടിക്കുവാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അവിടെയാണ് ബൈബിൾ പറയുന്നത് കാരണവും കാരണഭൂതനും ദൈവമാണ് എന്ന്. ബൈബിൾ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്ന സാങ്കേതിക വിശദീകരണം നൽകുന്നില്ല എങ്കിലും അവയാര് സൃഷ്ടിച്ചു എന്നുള്ളതിന് ഊന്നൽ കൊടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാലങ്ങളെയും കാലക്രമങ്ങളെയും അറിയുവാൻ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് പറയുന്നു. ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമിയും ഇതിനെ ശരിവെക്കും. ഭൂമി വലം വെക്കുന്നതുകൊണ്ട് കാലങ്ങൾ ഉണ്ടാകുന്നുവെന്നും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് വലിയൊരു പങ്ക് ഉണ്ട് എന്നും സമയവും ദിവസങ്ങളും കാലങ്ങളും തിരിച്ചറിയുവാൻ നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നും പറയുന്നു. ബൈബിൾ ഒരു ശാസ്ത്ര ഭാഷ ഉപയോഗിക്കുന്നില്ല. കാരണം ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകമല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നു. എങ്കിലും അതിലെ തത്വങ്ങൾ ശാസ്ത്രത്തോട് വിരുദ്ധവുമല്ല. ശാസ്ത്രം പറയുന്നു ഭൂമി വാസയോഗ്യമായ മേഖലയിൽ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബൈബിൾ പറയുന്നു ദൈവം ഭൂമിയെ മനുഷ്യന് പാർക്കേണ്ടതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ശൈലികൾക്ക് വ്യത്യാസം ഉണ്ട് എങ്കിലും രണ്ടും പ്രതിപാദിക്കുന്ന വിഷയം ഒന്നു തന്നെയാണ്. ദൈവം നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയെന്ന് ലളിതമായി പറയുമ്പോൾ ശാസ്ത്രം അതിനെ വിശദീകരിക്കുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിൾ ഈ മഹത്തായ സൃഷ്ടിയുടെ സൃഷ്ടാവിനെ നമ്മെ പരിചയപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ടു. ഇത് മനുഷ്യ സൃഷ്ടിയുടെ മഹത്വത്തെയും മൂല്യത്തെയും ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ മൂല്യത്തെയും പ്രതിപാദിക്കുന്നു. എന്നാൽ എവല്യൂഷൻ പരിണാമ സിദ്ധാന്തം പറയുന്നു സൂക്ഷ്മജീവികളിൽ നിന്ന് പരിണാമം സംഭവിച്ച് സങ്കീർണ ജീവികളായി മാറുന്നു. ജീവികൾ തങ്ങളുടെ പരിതസ്ഥിതി അല്ലെങ്കിൽ തൻ്റെ പരിസ്ഥിതികൾക്ക് അനുസരിച്ച് ആണ്ടുകളും വർഷങ്ങളും എടുത്ത് വളരെ പതിയെ പരിണമിച്ചുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ ഏറ്റവും വികസിതമായ മാമൽസ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. വികാസ സിദ്ധാന്തം ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നില്ല. ജീവനില്ലാത്ത രാസപദാർത്ഥങ്ങളിൽ നിന്ന് ജീവനുള്ള കണികകൾ എങ്ങനെ ഉണ്ടായി എന്ന്
ശാസ്ത്രത്തിന് തെളിയിക്കുവാനും കഴിഞ്ഞിട്ടില്ല. DNA ഉത്ഭവം ഇന്നും നിഗൂഢമാണ്. മനുഷ്യരുടെ ബോധം, നൈസർഗിക സ്വഭാവം, ആത്മീയത ഇവ പരിണാമ സിദ്ധാന്തത്തിന് വിശദീകരിക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ബൈബിൾ പറയുന്നത് ജീവൻ ദൈവത്തിൻ്റെ ശ്വാസമാണ്. നാം ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ സൃഷ്ടിയാണ്. മനുഷ്യൻ ഒരു ആക്സിഡന്റ് ഓഫ് ബയോളജി അല്ല, ഡിവൈൻ ഡിസൈനാണ്. കൂടുതൽ ശാസ്ത്രജ്ഞരും പറയുന്നത് കോസ്മോസും ജീവനും അത്രയധികം കൃത്യവും സങ്കീർണവും ആയതിനാൽ ഇവ രൂപപ്പെട്ടിട്ടുള്ളത് യാദൃശ്ചികമല്ല, ഒരു ബുദ്ധിയും ഉദ്ദേശവുമുള്ള സൃഷ്ടാവിൻ്റെ രൂപപ്പെടുത്തലാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ചുരുക്കത്തിൽ സൃഷ്ടിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവം സൃഷ്ടാവാണ്, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടി. ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു പ്രകൃതിയുടെ രൂപപ്പെടൽ ഒരത്ഭുതമാണ്. പ്രപഞ്ചം അവിശ്വസനീയമാം വിധം സങ്കീർണവുമാണ്. അതിനൊരു ഘടനയുണ്ട്. വിശ്വാസവും സയൻസും ഒരിക്കലും ശത്രുക്കളല്ല, പരസ്പര പൂരകങ്ങളാണ്. ബൈബിൾ ആരാണ് സൃഷ്ടികർത്താവ് എന്ന് പഠിപ്പിക്കുമ്പോൾ സയൻസ് ഈ അത്ഭുത സൃഷ്ടി എങ്ങനെ രൂപപ്പെട്ടു എന്ന് പ്രതിപാദിക്കുന്നു. ദാവീദ് പറയുന്നത് പോലെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്കേറെ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.